പ്രാകൃതം, പൈശാചികം, മൃഗീയം. കഴിഞ്ഞ 3 മാസമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗിംഗ്. എല്ലാ ആഴ്ചയിലും വിദ്യാർത്ഥികളോട് പണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പണം വാങ്ങിയതിനു ശേഷം ഹോസ്റ്റലിൽ മദ്യപിക്കാനും മറ്റുമായി ആയിരുന്നു ഈ പണം ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് നേരിട്ട ക്രൂര റാഗിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ട് കാണും. അതായത് അതിക്രൂരമായ റാഗിങ് ആയിരുന്നു അവർ നേരിട്ടുകൊണ്ടിരുന്നത്. അവർ പേടിച്ചിട്ട് വീട്ടിൽ പോലും പറയാതിരിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതൊരിക്കലും റാഗിങ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു കൊലപാതക ശ്രമമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ആ പിള്ളേരെ കെട്ടിയിട്ടിട്ട് അവരുടെ ദേഹം മുറിവേൽപ്പിക്കുക, അതിൽ ബോഡി ലോഷൻ തേക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് റാഗിങ് ആയിട്ട് മാറുന്നത്? അത് റാഗിങ് അല്ല, അത് കൊലപാതക ശ്രമമാണ്. ഇവന്മാരുടെ പേരിൽ വധശ്രമത്തിനാണ് കേസെടുക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, ഈ മുറിവുകൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു വ്യക്തികളാണ് ഈ നഴ്സുമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ പക്ഷെ എന്തുവാ കാണിച്ചത്? സത്യം പറഞ്ഞ ഇവന്മാരെ പോലുള്ളവന്മാരാണ് നമ്മുടെ നാടിന് ശാപമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പൊ അവന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ സസ്പെൻഷൻ കൊടുക്കുന്നത്? സ്പോട്ടിൽ ഡിസ്മിസ് ആണ് കൊടുക്കേണ്ടത്. ഇവന്മാർക്കൊന്നും ഒരു കോളേജിലും അഡ്മിഷൻ കൊടുക്കരുത്. ആ പിള്ളേർക്ക് നേരിട്ട മാനസിക ബുദ്ധിമുട്ട് എന്തൊക്കെയായിരിക്കും? അവർ പേടിച്ചിട്ട് അവർ എന്നിട്ട് വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന്. എന്നിട്ട് അവർ ഗതികെട്ടതിന്റെ പേരിലാണ് അവരിപ്പോ ഇത് കേസ് കൊടുക്കാനായിട്ട് ഇറങ്ങിയത്. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോവാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാകൃതം, പൈശാചികം, മൃഗീയം. കഴിഞ്ഞ 3 മാസമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗിംഗ്. 3ാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ച് കയറിയാണ് അക്രമം നടത്തിയത്. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടത്തി കയ്യും കാലും കെട്ടിയിട്ട് പരിക്കേൽപ്പിച്ചു. മുറിവിൽ നിന്നും ചോര വരുന്ന ഭാഗത്ത് ബോഡി ലോഷനും പുരട്ടി. എല്ലാം വിദ്യാർത്ഥികൾ തന്നെ ദൃശ്യങ്ങളിൽ പകർത്തി. ബോഡി ലോഷൻ മാത്രം പുരട്ടിയതല്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വാർത്ത കണ്ടവർക്ക് അറിയാം. ഞാനത് പറയുന്നില്ല അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. കാര്യം നമുക്ക് ഇതിനകത്ത് വീഡിയോക്കകത്ത് അത് പറയാൻ പറ്റില്ല, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ കാരണം. വളരെ ക്രൂരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്തിട്ടും അവർ എന്തുകൊണ്ട് അവർ മിണ്ടാതിരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവന്മാർക്ക് കാശാണ് ആവശ്യം. ഇവന്മാർ കാശിന് വേണ്ടിയാണ് ഈ പിള്ളേരെ പകുതി റാഗ് ചെയ്തിട്ടുള്ളത്. ഇവന്മാർക്ക് കുടിക്കാനായിട്ട് പൈസ വേണം. കാര്യം ഇതുപോലെയുള്ള നാറികളൊക്കെ ഉണ്ടല്ലോ ഈ കോളേജിലോട്ട് പഠിക്കാൻ പറഞ്ഞു വിടുന്ന വീട്ടുകാരെ വേണം പറയാനായിട്ട്. അതായത് ഫ്രോഡ് ചെറുക്കന്മാര്. ഇവന്മാരുടെ ഓരോന്നിന്റെ ഫോട്ടോസ് സഹിതം ഞാനിവിടെ കാണിക്കാം. ഇത് NDTVക്കകത്ത് വരെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം വാർത്തയാണ് ഡേ ബൈ ഡേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്നവരും ഇത് കൂടി വരുമോ? ഇത് കുറഞ്ഞൊന്നും വരുന്നില്ല. ഇത് ഇത്തരത്തിലുള്ള നാറികൾ, അതായത് ഈ പ്രായത്തിലുള്ള ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ, മഹാനാറികളായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ക്രിമിനലുകളായിട്ട് മാറും ഇവന്മാരൊക്കെ. ഇതെല്ലാം ബാക്കിയോടെ കാണാം. എല്ലാ ഞായറാഴ്ചയും മദ്യപിക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചു. കോളേജ് അധികൃതർക്ക് പരാതി നൽകിയാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. സീനിയേഴ്സിനെ പേടിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികൾ വീടുകളിൽ പോലും വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല. പ്രിൻസിപ്പൾ പരാതി കൊടുത്തപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. ഇന്ന ഒരു ദിവസം ശല്യം ചെയ്യും, പൈസ പിടിച്ച് വരികയും ശല്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞത് വേണ്ട, ഞങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ആര് വേണ്ട നടപടി എടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. അതിക്രമം സഹിക്കാൻ വയ്യാതെ വന്നതോടെയാണ് 3 വിദ്യാർത്ഥികൾ കോളേജിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പളാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത്. ഈ പിള്ളേരെ കെട്ടിയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഇവന്മാർ വീഡിയോ ഉൾപ്പെടെ ഷൂട്ട് ചെയ്യുവാണ്. വീഡിയോ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് അത് കണ്ട് രസിക്കുവാണ്. എന്നിട്ട് അതിനി പുറത്ത് വിടുമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രത്തോളം ക്രിമിനൽസ് ആണ് ഇവന്മാരൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ മൂവിക്കകത്ത് ഓരോ സീൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം റിയൽ ലൈഫിലോട്ട് അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാരൊക്കെ. എന്തായാലും പ്രിൻസിപ്പളൊക്കെ ഇത്രയും നാളായിട്ട് ഈ ഒരു വിവരം അറിയത്തില്ല എന്ന്. കാര്യം നമ്മൾ ഒരു കൊച്ചു കുട്ടിയിലൊക്കെ ആത്മഹത്യ ചെയ്തൊരു സംഭവം നമ്മളറിയാം. ആ സ്കൂളുകാർക്ക് ഇതിനെപ്പറ്റി യാതൊരു ബന്ധമില്ലാത്തുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റമൊക്കെ. ഞങ്ങൾക്ക് കോളേജുകാർക്ക് ഇത്രയും നാളായി കഴിഞ്ഞിട്ടും കോളേജുകാർക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു വിവരം അറിയത്തില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ വാർത്തകളും കാര്യങ്ങളും എല്ലാം കാണുന്നതല്ലേ ഡേ ബൈ ഡേ. അപ്പം കോളേജിലുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് മരിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്നൊരു വിവരം അറിയിക്കുന്നത്. നമ്മളോടിപ്പം ഡീറ്റെയിൽഡ് അന്വേഷണത്തിന് കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുന്നുണ്ട്. അതുടൻ തന്നെ നടക്കുന്നതാണ്. അതനുസരിച്ചും കോടതിക്ക് കൈമാറിയ സ്ഥിതിക്ക് അവിടുത്തെ നടപടികളും അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ നമുക്ക് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത്, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോട്ടയം കോരത്തോട് സ്വദേശി വിവേക് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് അറസ്റ്റും രേഖപ്പെടുത്തി. പ്രതികളുടെ ഫോണിൽ നിന്ന് വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. 1 വർഷം കൂടി കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയാക്കി നമ്മുടെയൊക്കെ ജീവന് സംരക്ഷണം ഒരുക്കേണ്ട വിദ്യാർത്ഥികളാണ് കൊടും ക്രിമിനലായി ജയിലിലേക്ക് പോകുന്നത്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഇവന്മാരൊക്കെ പഠിച്ച് ജോലിയായിട്ട് ഓരോ ഹോസ്പിറ്റലൊക്കെ കയറി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചിട്ടായിരിക്കും ഇവന്മാരൊക്കെ എടുത്തോട്ട് പോകുന്നത്? എന്ത് സംരക്ഷണം ഉണ്ടായിരിക്കും? ഈ നാറികൾക്ക് ഒരു കാരണവശാലും സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. ഒരു കോളേജിൽ പോലും ഇവന്മാർക്ക് അഡ്മിഷൻ കൊടുക്കരുത്.
അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ആ കോളേജുകാരെ ഏറ്റെടുക്കണം. ഇവന്മാർ ഒരു കോഴ്സും പഠിക്കാൻ അർഹതയായിട്ടുള്ള പിള്ളേരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവന്മാർ ഈ ഒരു പ്രവൃത്തി ചെയ്യൂ. ഇനി ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഈ റാഗിങ്ങിന് ഇരയാക്കിപ്പെട്ട ഒരു പയ്യന്റെ അച്ഛൻ പ്രതികരിക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. PTA കമ്മിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധി കൊണ്ടുണ്ട്, പിന്നെ പിള്ളേർ സീനിയർ പിള്ളേർ എന്തെങ്കിലും തല്ലുകയോ ഇടിക്കുകയാണെങ്കിൽ ശല്യം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുക്കൻ ദിവസം രാവിലെയും വൈകിട്ട് ഞാൻ വിളിക്കും, അപ്പോൾ കുഴപ്പമില്ലെന്ന് പറയും. പിന്നെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവർ പൈസ പിടിച്ച് വയ്ക്കുകയും പിള്ളേരെ കെട്ടിയിട്ട് തല്ലുകയും, അതുകൊണ്ട് ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഞാൻ ലിബിനോടും ചോദിച്ചു, ലിബിനെ എന്നാ പറയത്തെന്ന് പറഞ്ഞു. അപ്പോൾ ലിബിൻ പറഞ്ഞത് പപ്പ ഇന്ന പോലെ വിഷയം വന്നു, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാണ്. അപ്പോൾ എല്ലാ മാസവും ഞങ്ങളോട് പൈസ മേടിക്കുന്നു, ഞങ്ങൾ വെളിയിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാന്ന് പറഞ്ഞു. പാവം അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട കാശ് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് കോളേജിൽ വിടുവാണ്. എന്ന് ആലോചിക്കുക, അത്രയും കാശ് മുടക്കി കോളേജിൽ വിട്ടിട്ട് ആ കാശ് എടുത്തിട്ട് ബാക്കിയുള്ളവന്മാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തി മേടിക്കുക, അവന്മാർക്ക് കുടിക്കാനും അവന്മാർക്ക് കഞ്ചാവ് അടിക്കാനും മേടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് പറയേണ്ടതെന്ന് മറുപടി ഇല്ല കേട്ടോ. ശരിക്കും ഓരോ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും അവരുടെ പിള്ളേരെയൊക്കെ വിശ്വസിച്ചിട്ട് ഇതണക്കുള്ള കോളേജിലൊക്കെ പറഞ്ഞു വിടുന്നത്? അവർ എന്ത് സുരക്ഷതയാണ് അവർക്ക് കൊടുക്കുന്നത്? കാര്യം അവർ ഇത്രയും നാൾ പേടിച്ചിട്ടാണ് അവർ പറയാതിരുന്നത്. ആ പിള്ളേരുടെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിലൊക്കെ അവർക്കൊക്കെ ആ ഒരു ട്രോമയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഇതിപ്പോൾ വാർത്തയായി കുറച്ചു നേരം കഴിയുമ്പോൾ അത് മാറും. പക്ഷെ ആ പിള്ളേർ ഇത്രയും നാൾ അനുഭവിച്ച കുറച്ച് മാനസിക പീഡനം ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും മാറത്തില്ല ഒന്നും. ഇനി ഈ ഒരു വിഷയത്തിൽ ഈ പ്രിൻസിപ്പൾ പ്രതികരിക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഈ ഫസ്റ്റ് ഇയർ ഈ ഹൗസ് കീപ്പറുടെ തൊട്ടടുത്ത 2 മുറികളിലാണ് ആദ്യവർഷ വിദ്യാർത്ഥികളായ ഈ വിക്ടിംസ് താമസിക്കുന്നത്. അദ്ദേഹം ഇന്നലെ നമ്മൾ നടത്തിയ ആദ്യത്തെ പ്രിലിമിനറി മീറ്റിങ്ങിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള മീറ്റിംഗാണ് നടത്തിയത്. കുട്ടികളിത് പറയുമ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചു ചോദിച്ചു, എന്തേത് നീ എന്നോട് പറയാഞ്ഞേ, നീ ഭക്ഷണം എടുത്തുകൊണ്ട് പോകുമ്പോൾ ആർക്കാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഓടുകയാണല്ലോ ചെയ്തതെന്നാണ് തിരിച്ചു പറഞ്ഞത്. എന്തെങ്കിലും റാഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. അക്കാഡമിക് റിലേറ്റഡ് മാത്രമേ ഉള്ളൂ. റാഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് കിട്ടണമെന്നില്ല. പക്ഷെ കോളേജിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് വരെ നിങ്ങൾക്ക് അന്വേഷിപ്പിക്കാൻ പറ്റും. പല രീതിയിൽ പല ആൾക്കാരെയും വെച്ച് നിങ്ങൾക്ക് അന്വേഷിപ്പിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളൊക്കെ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചായിരുന്നുവെങ്കിൽ ഇത്രയും മാസത്തോളം ഇങ്ങനെ റാഗിങ് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവത്തില്ലായിരുന്നു. ഒഫീഷ്യലി ഒന്നുമില്ല, ഔദ്യോഗികമായിട്ടൊന്നുമില്ല. അവർക്കുള്ള ഒഫീഷ്യൽ അസോസിയേഷൻ സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ SNA മാത്രമാണ് ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ളത്. അവർക്ക് കോളേജിൽ അത് SNA എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പ്രൊഫഷണൽ അസോസിയേഷനാണ്. അത് SNA യുടെ അല്ല, കോളേജിൽ ഔദ്യോഗികമായിട്ടുള്ള സംഘടനയുടേതല്ല. നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയില്ല. കുട്ടികളെ ക്ലാസ്സിലുണ്ട്. ഇന്നലെ ലാബിലെ പ്രാക്ടീസിന് പോകുന്നു. ഇപ്പം പോലീസ് അന്വേഷണം വന്നപ്പോൾ നമ്മുടെ ലാബിലെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ വിളിച്ചു വരുത്തിയെന്നേ ഉള്ളൂ. ആരോഗ്യപരമായ ഒരു വിഷയങ്ങളും കുട്ടികളെ റിപ്പോർട്ട് ചെയ്തില്ല. ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇഷ്യൂസും പിള്ളേർ റിപ്പോർട്ട് ചെയ്തില്ല എന്ന്, അതാണോ അതിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ? അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂസ് അവർ ഫേസ് ചെയ്തതിന്റെ പേരിലാണ് അവരിപ്പോൾ കംപ്ലൈന്റ് കൊടുത്തത്. എന്തെല്ലാം തോന്നിവാസമാണ് ഇവന്മാർ കാണിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഒന്നും അറിയാത്ത രീതിയിൽ കൈ ഒഴിയുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് തന്നെയാണത്. ഇത്രയും ക്രൂരമായിട്ടൊക്കെ റാഗിങ് ഈ അടുത്ത് നമ്മളെങ്ങും കേട്ടിട്ടില്ല. ഈ റാഗിങ് കാരണം കുറെ സൂയിസൈഡ് കേസസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്ര അതിക്രൂരമായിട്ട് പ്രത്യേകിച്ച് ഒരു നഴ്സിംഗ് കോളേജിലൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണത്. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസുകാർ ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അവർ പുറത്തു വിട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാരെ ഒന്നും ഒരിക്കലും ഒരു പിള്ളേരാന്നുള്ള ഒരു പരിഗണന പോലും കാണിക്കരുത്. ഒരു കോളേജിലും ഇവന്മാർക്ക് അഡ്മിഷൻ കൊടുക്കരുത്. അതാണ് ചെയ്യേണ്ടത്. കാര്യം ഇവന്മാർക്ക് കാശിന് വേണ്ടിയൊക്കെ റാഗ് ചെയ്യുന്നത്. ഇവന്മാരുടെയൊക്കെ ക്രൂരമായ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.